ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. എല്ലാവർക്കും നമസ്കാരം. SPYSS NYC മലയാളം യോഗയുടെ ഭാഗമായി എല്ലാ വ്യാഴാഴ്ചയോറും നടത്തിവരുന്ന ശ്രീമദ് ഭഗവത്ഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാ പഠിതാക്കളെയും യോഗബന്ധുക്കളെയും ശ്രോതാക്കളെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഗീതാ പഠനത്തിന്റെ 134 ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ സായം സന്ധ്യ ഭക്തിസാന്ദ്രമാക്കാൻ എല്ലാവരെയും SPYSS NYC സമിതിയുടെ പേരിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മളിവിടെ ഇന്നിവിടെ 14ാം അധ്യായമായ ഗുണത്രയ വിഭാഗ യോഗം എന്ന പഠനഭാഗം ആരംഭിക്കുകയാണ്. ജ്ഞാനശ്ലോകം ശ്രീമതി ലതാ ദിവാകരക്കയും ഉള്ളടക്കം പറഞ്ഞു മനസ്സിലാക്കി തരുന്നത് ശ്രീ EV നായർ അണ്ണനും ചാണ്ടിങ് മേൽനോട്ടം വഹിക്കുന്നത് ശ്രീമതി സരോജിനി അക്കയുമാണ്. എല്ലാവരും സന്നിഹിതരായിട്ടുണ്ട്. പിന്നണിയിൽ ചാണ്ടിങ് ഗൈഡൻസ് ശ്രീമതി ഗംഗാ ആർ അക്കയും എക്സ്പ്ലനേഷന് ശ്രീമതി രമ ആർ അക്കയുമാണ്. ധ്യാനശ്ലോകം ചൊല്ലാൻ വേണ്ടി ശ്രീമതി ലതാ ദിവാകർ അക്കയെ സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം അക്ക. ഹരി ഓം. ഹരി ശ്രീ ഗണപതയേ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഭഗവതേ വാസുദേവായ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതി അഷ്ടാദശാധ്യായിനി അംബ ത്വാമനുസന്തധാമി ഭഗവദ്ഗീതേ ഭവദേശിനി. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ മുല്ലാരവിന്ദായ തത്ര പത്രനേത്രേ യേന ത്വയാ ഭാരതതൈലപൂർണ പ്രാജ്വലിതോ ജ്ഞാനമയ പ്രദീപാ. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയദ്രഥജലാ ഗാന്ധാരനീലോപലാ ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേലാകുലാ അശ്വത്ഥാമ വികർണഘോരമകരാ ദുര്യധനാവർത്തിനി സോതീർണാ ഖലു പാണ്ഡവൈരണനദീ കൈവർത്തക കേശവാ പാരശാര്യവച സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധന ബോധിതം. മൂകം കരോതു വാചാലം പങ്കും ലംഘയതേ ഗിരിം യേവാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സുനന്തി ദിവൈസ്തവൈ വേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗഃ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗി യസ്യാന്തം ന വിദുസുരഗണാ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. ഓം. ഹരി ഓം. ഹരി ഓം. ഉള്ളടക്കം പറയാൻ വേണ്ടി ശ്രീ EV നായർ അണ്ണനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ഓം അണ്ണ. ഹരി ഓം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഗുണത്രയ യോഗം എന്ന 14ാമത്തെ അധ്യായത്തിന്റെ സാരാംശം പറയാനാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ 13ാമത്തെ അധ്യായത്തിൽ കണ്ട ക്ഷേത്രജ്ഞ യോഗം, അതിന്റെ തന്നെ കണ്ടിന്യൂഷൻ, അല്ല തുടർച്ചയായിട്ട് വേണം നമ്മൾക്ക് പഠിക്കാനുള്ളത്.
ഈ 3 യോഗങ്ങൾ 13, 14, 15 ഒരു കാര്യത്തിനെ വളരെ വിശദീകരിച്ച് പറയുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവത്ഗീതയിലുള്ള ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഒരു ശ്ലോകത്തിനെ പറ്റി പഠിക്കാൻ പോകുമ്പോഴുള്ള എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു ആശയം ആദ്യം ഒന്ന് പറയുക. ഉദാഹരണത്തിന് നമ്മൾ ക്ഷേത്രജ്ഞ യോഗത്തിൽ ആ ആശയം പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് സാഖ്യയോഗത്തിലെ പ്രകൃതിയും പുരുഷനുമാണ്. എന്താണ് പ്രകൃതി, എന്താണ് പുരുഷൻ എന്നുള്ളതിന്റെ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ആശയം നമുക്ക് തന്നു. അടുത്തതിൽ നമ്മൾക്ക് ഇപ്പൊ പറയാൻ പോകുന്നത് എന്താ വെച്ചാല് ഈ ഗുണത്രയം, 3 ഗുണങ്ങളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ അറിയേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗുണത്രയം എവിടെ നിന്ന് എങ്ങനെ ഉത്ഭവിച്ചു? പ്രകൃതിയുണ്ട്, പുരുഷനുണ്ട്, ഈ ലോകത്തിലെ ചരാചരങ്ങളായിട്ടുള്ള കോടി കോടി ജീവികളുണ്ട്. ഇതിനെല്ലാം ഓരോ വ്യക്തിത്വമുണ്ട്. പക്ഷെ സൃഷ്ടിയിൽ ഇത് പ്രകൃതിയുടെയും പുരുഷന്റെയും കോമ്പിനേഷനാണ് അല്ലെങ്കിൽ യോജിപ്പാണ്. പക്ഷെ ഇത്രയും ഈ വ്യാപ്തി അല്ലെങ്കിൽ പലതരത്തിലുള്ള ജീവജാലം എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യം വരുന്നത്. അടിസ്ഥാനപരമായിട്ട് ഒരു പ്രകൃതി, ആത്മാവ് എന്ന പുരുഷൻ, ഇതിന്റെ യോജിപ്പാണ് ഒരു സൃഷ്ടി. പക്ഷെ ഈ സൃഷ്ടി വളരെ വ്യത്യസ്തമാണ്. ഇനിയിപ്പോ നമുക്കൊന്ന് പ്രകൃതിയിലേക്കൊന്ന് കടക്കാം. പ്രകൃതിയെ പറ്റി പറയുമ്പോൾ പ്രകൃതിയിൽ ഭൗതികമായ ശരീരമുണ്ട്, അതിന്റെ തന്നെ ഭാഗമാണ് മനസ്സ്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ പുരുഷൻ എന്ന ആത്മാവ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ പ്രകൃതിയുടെയും പുരുഷന്റെയും കോമ്പിനേഷൻ അല്ലെങ്കിൽ അതിന്റെ ഘടനയിൽ വരുന്ന രണ്ടിന്റെയും യോജിച്ചുള്ള ഘടനയിൽ വരുന്ന മാറ്റങ്ങളാണ് ഈ സർവസൃഷ്ടി എന്നാണ് പറയുന്നത്. അപ്പൊ പ്രകൃതിയെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാം, ചരാചരങ്ങളിൽ ചലിക്കുന്നതും അല്ലാത്തതുമായ, ജീവനുള്ളതും അല്ലാത്തതുമായ എല്ലാ സൃഷ്ടിയുടെയും അതെന്തുമായിക്കൊള്ളട്ടെ, മനുഷ്യനാകാം, മൃഗങ്ങളാകാം, പക്ഷിയാകാം, ചെടികളാകാം, അതുപോലെ ജീവനില്ലാത്ത പാറയാകാം, എന്ത് വസ്തുവായാലും ഇതിലൊക്കെ പ്രകൃതിയുടെ ഘടനയ്ക്ക് ഒരു സാമ്യതയുണ്ട്. ആത്യന്തികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരു സെല്ലിലേക്ക് പോവുകയാണെങ്കിൽ സെല്ലിൽ നിന്ന് നമ്മൾ പോകുന്നത് ന്യൂക്ലിയസിലേക്കാണ്. ന്യൂക്ലിയസിൽ പോയി കഴിഞ്ഞാൽ അതിലുള്ള ഘടനകൾ വരെ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ഇതൊക്കെ എല്ലാത്തിലും ഉണ്ട്. ജീവനിലുണ്ട്, ജീവനില്ലാത്തതിലും ഉണ്ട്. അപ്പൊ ഈ സൃഷ്ടിയുടെ ആ വളരെ വിഭിന്നമായ ഘടകങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന്റെ ഒരു ചർച്ചയാണ് ഈ ത്രിഗുണ യോഗത്തെ നാം കാണുന്നത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ വളരെ രഹസ്യമായ ഒരു സത്യമാണ് പറഞ്ഞു കൊടുക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് ആ സൃഷ്ടി എങ്ങനെയെന്നുള്ളതിനെ പറ്റി ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു നിയമം എന്താണെന്ന്. അതിൽ പറഞ്ഞത്, പ്രകൃതി എന്ന ഭൗതിക വസ്തുവിൽ, അപ്പൊ നമുക്കറിയാം അതൊരു മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യമാണ് ഈ പ്രകൃതി എന്ന വസ്തുവിൽ, പുരുഷൻ എന്ന ആത്മാവ് പ്രകാശിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യസ്തമായ ഭാവങ്ങളാണ് സൃഷ്ടി. ഇതാണ് പറയുന്നത്. ആത്മാവിന്റെ പ്രകാശം, അതിന്റെ പ്രതിഫലനം മാത്രമേ ആവുന്നു. അപ്പോൾ ഇതിന്റെ വേറൊരു സ്ഥലത്ത് 4-ാമത്തെ ശ്ലോകത്തിൽ വളരെ കൃത്യമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. ഇതിൽ തന്നെ ഈ യോഗത്തിലെ 4-ാമത്തേൽ പറയുന്നതാണ്, സർവയോനീഷു കൗന്ദേയ മൂർത്തയ സംഭവന്തി യാ താസാം ബ്രഹ്മ മഹദ്യോനി രഹം ബീജ പ്രദപിത. ഇതിന്റെ വ്യാഖ്യാനം വളരെ സ്പെസിഫിക് ആണ്, അല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. എല്ലാ ജീവജാലങ്ങളുടെയും ഉൽപ്പത്തി സ്ഥാനം എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം, ഉൽപ്പത്തി സ്ഥാനം ഗർഭപാത്രം പ്രകൃതിയാകുന്നു. എല്ലാ ജീവജാലങ്ങളുടെയും ഏതായാലും. പക്ഷെ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവ് അല്ലെങ്കിൽ പുരുഷൻ നൽകുന്ന, ഞാനാണ് പിതാവ്, ഞാനാണ് ആ ബീജം നൽകുന്നതെന്നാണ് പറയുന്നത്. കുറച്ച് കൃത്യമായിട്ട് അതിന്റെ വ്യാഖ്യാനം അങ്ങനെയാണ്. പ്രകൃതി ഗർഭപാത്രവും ഞാൻ ബീജവുമാകുന്നു. ഇതിൽ നിന്നാണ് ഈ സൃഷ്ടികളുടെ എല്ലാ വിവിധ തരം സൃഷ്ടികളുടെയും ജനനം, ജീവജാലങ്ങളുടെ ജനനം. അപ്പോൾ ഇതിന്റെ കൂടെ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടതാണ് ഈ ഗുണങ്ങളുടെ പ്രസക്തി. പ്രകൃതിയെ പറ്റി നമുക്ക് നല്ലൊരു ബോധം വന്നു, ഇപ്പോഴും പുരുഷനെ പറ്റിയിട്ടും നല്ലൊരു ബോധം വന്നു. ഇതിനെ ബന്ധിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട്.
ഈ ബന്ധിപ്പിക്കുന്ന ഘടകങ്ങളിലൂടെയാണ് മനുഷ്യൻ പലതരത്തിൽ, അല്ലെങ്കിൽ ഇപ്പൊ മനുഷ്യനെ പറ്റി നമുക്ക് ആദ്യം സംസാരിക്കാം, ബാക്കി വേറൊരു അവസരത്തിൽ വേണമെങ്കിൽ ബാക്കി സൃഷ്ടികളെ പറ്റിയിട്ട് പറയാം. പക്ഷെ മനുഷ്യനിൽ വരുമ്പോൾ ഈ പ്രകൃതിയുടെ വെറൈറ്റി അല്ലെങ്കിൽ പല തരത്തിലുള്ള സ്വഭാവവും ഈ ആത്മാവും കൂടി ചേരുമ്പോഴാണ് പലതരത്തിലുള്ള മനുഷ്യരുണ്ടാവുന്നത്. ഇവിടെയാണ് ഈ ത്രയോ ഗുണങ്ങളുടെ പ്രസക്തി. ത്രയോ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ 3 ഗുണങ്ങൾ എന്നാണ് അർത്ഥം. ഏതാണ് ഈ 3 ഗുണങ്ങൾ? ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അപ്പോൾ ഈ ശ്ലോകങ്ങളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രകൃതി, മനസ്സ്, ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഈ ഗുണങ്ങൾ ഇത് തുടക്കത്തിൽ തന്നെ ഉള്ളതാണ്. സ്വധർമ്മം എന്നും ചില സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, സ്വഗുണം എന്നും പറയുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു സൃഷ്ടിയിൽ പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന മനസ്സും അതുപോലെ തന്നെയുള്ള ഗുണങ്ങളും ചേർന്ന ഒരു സംഗതിയിലേക്ക് ഈ ആത്മാവിന്റെ പ്രകാശം എത്തിച്ചേരുമ്പോൾ ഉടലെടുക്കുന്ന വിവിധ സൃഷ്ടികൾ. അപ്പൊ ഈ 3 ഗുണങ്ങളെ പറ്റി നമുക്ക് ഇനിയിപ്പോ സംസാരിക്കാം. ഇപ്പൊ സംഭവം മനസ്സിലായി, എന്താണ് ഈ സൃഷ്ടി, എന്താണ് പ്രകൃതി, എന്താണ് സ്വഭാവം, എന്താണ് മനസ്സ്, എന്താണ് ആത്മാവ്. ഇതിപ്പോ അതിൽ പറഞ്ഞത് നിർമ്മലവും പ്രകാശമാനവുമായ സത്വഗുണം. ഇതിപ്പോ സത്വഗുണത്തിന്റെ ഡെഫിനേഷൻ അതാണ്. 3 ഗുണത്തിനെ പറ്റി പറഞ്ഞു. സത്വഗുണത്തിന്റെ എന്താന്ന് പറഞ്ഞാൽ അത് നിർമ്മലമാണ്, പ്യൂരിഫൈഡ് ആണ്, ശുദ്ധമാണ്, പ്രകാശമാനവും, പിന്നെ പ്രകാശത്തെ ഉദ്ദീപിക്കുന്ന കാര്യമാണ്, പിന്നെ അത് ആണ് സത്വഗുണം. അപ്പൊ ഒരു മനുഷ്യന്റെ സത്വഗുണം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ പ്രകൃതിയിൽ ആ ഗുണം ഉണ്ടായിരിക്കണം. അല്ലാതെ നമ്മൾ പിന്നെ ചെറിയ മാറ്റങ്ങൾ വരുത്താമെന്നാണ് മോഡേൺ സയൻസ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ സത്വഗുണത്തിനെ അല്ലെങ്കിൽ നമ്മുടെ സ്വധർമ്മത്തെ നമുക്ക് അധ്വാനം കൊണ്ടും പിന്നെ നമ്മുടെ ജ്ഞാനം കൊണ്ടും കുറേയൊക്കെ മാറ്റാം. പക്ഷെ എന്നാലും സ്വധർമ്മം എന്നും സ്വധർമ്മമാണ് എന്നാണ് പറയുന്നത്. അപ്പോ ഇത് വളരെ നിർമ്മലവും പ്രകാശമാനവുമായ ഗുണമാണ് സത്വഗുണം. പിന്നെ രാഗരൂപമായ ആസക്തി, ആസക്തി എന്ന് പറഞ്ഞാൽ ആഗ്രഹം, തൃഷ്ണ, ഡിസയർ, ഓൾമോസ്റ്റ് ഒരു പോലെ ഒന്നിനോടുള്ള ആഭിമുഖ്യം, മറ്റൊന്ന് ആഗ്രഹം അല്ലെങ്കിൽ ആശ, അത് ഉണ്ടാക്കുന്ന ഒരു ഗുണമാണ് രജോ ഗുണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത് വേണം, ഇനിയും വേണം എന്നും ഈ ഇന്ദ്രിയ സുഖങ്ങളുടെ പുറകെ പോയിട്ട് എനിക്കെല്ലാം നേടണം, കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം വരുമ്പോഴാണ് രജോ ഗുണം. ഇത് രാജാക്കന്മാരുടെ ഒരു പൊതുവായ ഗുണം ആയതുകൊണ്ടാണ് ഇതിന് രജോ ഗുണം എന്ന് പറയുന്നതാണ് ഒരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവർക്ക് എന്നും കൊല്ലുക, കീഴ്പ്പെടുത്തുക, ജയിക്കുക, വീണ്ടും അതിനെ സ്വന്തം വരുതിയിൽ നിർത്തുക. അപ്പോ ഈ ഗുണങ്ങളുള്ളതാണ് രണ്ടാമത്തെ ഗുണം, രജോ ഗുണം. ഇനിയിപ്പോ നമുക്ക് അജ്ഞാനം എന്ന് പറയുന്നതിന്റെ വ്യാഖ്യാനാണ് ഈ തമോ ഗുണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അജ്ഞാനം കൊണ്ട് ഉണ്ടാകുന്ന തമസ്, ഇരുട്ടാണ് തമസ്, എല്ലാ പ്രാണികളിലും മോഹബന്ധങ്ങൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ടുണ്ടാകുന്ന എന്താണ്? അവർക്ക് തെറ്റ് ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാകുന്നു. പിന്നെ ആലസ്യം, നിദ്ര, എന്നും ആലസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും പിന്നെ ലേസി ആയിട്ട് ഇരിക്കുക, ജോലി ചെയ്യാനുള്ള മടി, പിന്നെ ഉറക്കം, സ്ഥിരമായിട്ടുള്ള ഉറക്കം, കുംഭകർണന്റെ ഉറക്കം പോലുള്ള ഉറക്കം, ഇതുള്ളതാണ് ഈ തമോ ഗുണം. അപ്പൊ ഇങ്ങനെയാണ് 3 ഗുണങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ഇത് പ്രകൃതിയിൽ നിന്ന് വന്ന ഗുണങ്ങളാണ്. പക്ഷേ ഈ പ്രകൃതിയിലെ ഗുണത്തിലേക്ക് നമ്മുടെ ആത്മാവ് പ്രകാശിക്കുമ്പോഴുണ്ടാകുന്ന ബന്ധങ്ങളാണ് ഒരു മനുഷ്യന്റെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നത്. ഈ എങ്ങനെയാണ് അത് ബന്ധിപ്പിക്കുന്നതെന്ന് നോക്കാം. ഇതിന്റെ ഫലം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ജ്ഞാനത്തിന്റെ പ്രകാശം വർദ്ധിക്കുമ്പോൾ സത്വഗുണം വർദ്ധിക്കുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സ്വധർമ്മം എന്നുള്ളതിൽ നിന്നുള്ള മാറ്റം ഭഗവാൻ അർജുനോട് ആദ്യം തന്നെ പറയുന്നുണ്ട്, അർജുന, നിന്റെ സ്വധർമ്മം, നീ ഒരു പോരാളിയാണ്. അത് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ഉള്ളതാണ്. നമ്മുടെ ഒരു സ്വധർമ്മം അല്ലെങ്കിൽ ആ സ്വഗുണം നമുക്ക് പെട്ടെന്ന് മാറ്റാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ജ്ഞാനം കൊണ്ട് ഇത് മാറ്റാം, അത് വർദ്ധിപ്പിക്കാം എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോ ജ്ഞാനപ്രകാശം വർദ്ധിക്കുമ്പോൾ സത്വഗുണം വർദ്ധിക്കുന്നു. പിന്നെ രജോ ഗുണം വർദ്ധിക്കുമ്പോൾ, ഇതിപ്പോ നമ്മൾ പറഞ്ഞത് വെറും സത്വഗുണത്തിനാണ്, ഇത് എല്ലാ ഗുണത്തിനും ഇത് ബാധകമാണ്. രജോ ഗുണം വർദ്ധിക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാർത്തി ഉണ്ടാകുന്നു, ഇനിയും നേടണം, കീഴ്പ്പെടുത്തണം എന്നുള്ളൊരു ആഗ്രഹം വരും. പിന്നെ പല കർമ്മങ്ങളിൽ ഏർപ്പെടാനുള്ള ഒരു ആസക്തി ഉണ്ടാവും.
ഒന്നിൽ തന്നെ നമുക്ക് തൃപ്തി കിട്ടില്ല. പിന്നെ മനസ്സമാധാനം കിട്ടാൻ വഴിയില്ല. കാരണം ഈ ഇന്ദ്രിയ സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കറിയാം, മനസ്സ് നമ്മളെ കുരങ്ങ് കളിപ്പിക്കുന്ന പോലെ കളിപ്പിക്കുകയാണ്. നമുക്ക് ഒരു കാലത്തും തൃപ്തി വരില്ല. നേടണം, കിട്ടണം, കീഴ്പ്പെടുത്തണം എന്നുള്ള ഈ ആഗ്രഹത്തിൽ അത് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ രജോ ഗുണം വർദ്ധിക്കുമ്പോൾ സംഭവിക്കുന്നത് ഈ ദുസ്വഭാവങ്ങളാണ്. ഇനി ഇപ്പൊ തമോ ഗുണങ്ങളാണ് വർദ്ധിക്കുമ്പോൾ അവിടെ അവിവേകം വരും, തെറ്റ് വരും, പിന്നെ ആലസ്യം ഉണ്ടാകും, പ്രമാദം എന്ന് പറഞ്ഞാൽ ഒരുതരം ഭ്രാന്താണ്. പ്രമാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭ്രാന്ത് പോലെയാണ് അവസ്ഥ. പിന്നെ അസ്ഥാനത്തുള്ള ആഗ്രഹം, നീതീകരിക്കാൻ പറ്റാത്ത ആഗ്രഹങ്ങൾ വരും. രജോ ഗുണക്കാർക്കാണെങ്കിൽ ആ ആഗ്രഹത്തിനെ നമുക്ക് നീതീകരിക്കാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ അവന്റെ സ്വഭാവത്തിലുള്ളതാണ്, നേടേണ്ടതാണ്. പക്ഷെ ഇത് ഒരു ബന്ധങ്ങളും ഇല്ലെങ്കിലും ഒരു അവന് ആവശ്യമില്ലാത്തതാണെങ്കിലും അത് നേടണം എന്നുള്ള ഒരു അത്യാർത്ഥി ഉണ്ടാവും. അത് തമോ ഗുണത്തിന്റെ പ്രത്യേകതയാണ്. അപ്പൊ ഈ 3 ഗുണത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ഒരു വ്യാഖ്യാനം കൂടെ അവിടെ കൊടുക്കുന്നുണ്ട്. വിശദമായ വ്യാഖ്യാനം നമുക്ക് നടത്താനുള്ളത് കൊണ്ട് ഇതൊരു വെറും ആമുഖമായിട്ട് ഞാൻ ഇപ്പൊ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണെന്നുള്ള ഒരു ബേസിക് കോൺസെപ്റ്റ്, അടിസ്ഥാനമായിട്ട് തത്വം മാത്രമാണ് ഈ 3 ഇതിനെ പറ്റിയിട്ട്. അപ്പൊ ഇത് ഉടലെടുക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ പ്രകൃതിയിൽ നിന്നാണ്. അപ്പൊ അതിൽ നമുക്ക് കൺട്രോൾ ഇല്ല. പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്ന അവസ്ഥയിൽ നിന്ന് ഉടലെടുക്കുന്ന ഈ സ്വഭാവത്തിനെ പറ്റിയിട്ട് നമുക്ക് കൺട്രോൾ ഇല്ല. ഒരർത്ഥത്തില് ഇവിടെ പറയുന്നുണ്ട്, നമ്മള് ചാതുർവർണ്ണയത്തിനെ പറ്റി പറയുമ്പോൾ പറയുന്നുണ്ട് അത് ഗുണത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണെന്ന് പറയുന്നത്. കർമ്മ ഗുണ ഈ ഇതിന്റെ വെച്ചിട്ടാണ് ഈ ചാതുർവർണ്ണയത്തിനെ പറ്റി പറയുന്നത്. അവിടെയാണ് ഇതിന്റെ പ്രസക്തി. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഉണ്ടാക്കി വെച്ചതല്ല, ഒരു പ്രകൃതി ഒരു ജനനത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു സ്വഭാവ വിശേഷമാണ്. ഇനിയിപ്പോ ഇതിന്റെ പലതരത്തിലുള്ള വിശേഷങ്ങൾ അത് മുമ്പിലോട്ട് പോകുമ്പോൾ ഇത് എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഈ ബാക്കി ശ്ലോകങ്ങളിലൂടെ പറയുന്നത്. അപ്പൊ അതിനെപ്പറ്റി ഇപ്പൊ വിശദമായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. അതൊരു ആമുഖമായിട്ട് ഇത്ര പറയാനേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, ഇനി ഇത് കഴിഞ്ഞിട്ട് അവസാനം പറയുന്ന ഒരു ഇത് കണ്ട ഈ ഇത്രയും ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് എന്താണ് നമുക്ക് അന്ത്യമായിട്ട് അല്ലെങ്കിൽ അവസാനമായിട്ട് നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയുന്നത്. സത്വഗുണം മറ്റു ഗുണങ്ങളിലേക്ക് മാറാതെ മുമ്പിലോട്ട് കൊണ്ടുപോയാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ജ്ഞാനം ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ മോക്ഷത്തിലേക്ക് പോകുന്നതാണ് പറയുന്നത്. സത്വഗുണക്കാര് ഓട്ടോമാറ്റിക് ആയിട്ട്, കാരണം അവരുടെ ഇത് ശരീരത്തിലുള്ള അല്ലെങ്കിൽ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു ഗുണമാണ്, അവർ സ്വർഗലോകത്തിലേക്ക് എത്തിച്ചേരും. നേരെ മറിച്ച് രജോ ഗുണക്കാരും തമോ ഗുണക്കാരും ആ ചെയ്തതിന്റെ ബാക്കി, ജീവിതത്തിൽ ചെയ്ത തെറ്റുകുറ്റങ്ങളുടെ ബാക്കി വീണ്ടും അടുത്ത ജന്മത്തിൽ അവിടെ വെച്ച് വീണ്ടും തുടങ്ങുന്നതാണ് പറയുന്നത്. അടുത്ത ജന്മത്തിൽ അതിന്റെ ലെഫ്റ്റ് ഓവർ എന്ന് പറയാം, ബാക്കി വെച്ചത്, ബാക്കി പത്രം എന്നും പറയാം, അത് വെച്ചിട്ടാണ് അടുത്ത ജീവിതം തുടങ്ങുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ എൻഡ് അല്ലെങ്കിൽ അവസാനം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ 3 ഗുണത്തിന്റെയും പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റീസും അതിന്റെ നെഗറ്റീവായിട്ടുള്ള ക്വാളിറ്റീസും മനസ്സിലാക്കുക. ജ്ഞാനം കൊണ്ട് ഇതിനെ കുറച്ചൊക്കെ നമുക്കതിനെ മിനുസപ്പെടുത്താൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുമ്പിലോട്ട് പോകണമെന്ന് നമ്മുടെ ജന്മം ഒന്നുകിൽ സദ്ഗുണത്തിന്റെ അവസാനത്തെ റിസൾട്ടായ മോക്ഷത്തിലേക്കും മറ്റുള്ളവർ വീണ്ടും ഈ ജീവിത ചക്രം എന്ന് പറയുന്നത് സംസാരമായ ചക്രം എന്നാണ് പറയുന്നത്. ആ ചക്രത്തിൽ വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ഇതിന്റെ സത്ത അല്ലെങ്കിൽ ആശയം. അപ്പൊ ഇതിനെ പറ്റിയിട്ട് വിശദമായിട്ടുള്ള ചർച്ച ഇനി വരാനുള്ളത് കൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ നീട്ടി പറയുന്നില്ല. നിങ്ങൾക്ക് എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നമസ്കാരം, നന്ദി. ഹരിയോം അണ്ണ. 1, 2, 3 ശ്ലോകങ്ങളുടെ ഗൈഡൻസിന് ശ്രീമതി സരോജിനി അക്കയെയും റിപ്പീറ്റേഷൻ ചെയ്യാൻ വേണ്ടി ശ്രീമതി സുജാത അക്കയെയും എക്സ്പ്ലനേഷൻ ചെയ്യാൻ വേണ്ടി ശ്രീമതി ഗിരിജ രാജേന്ദ്രൻ അക്കയെയും സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹരിയോം അക്ക.
ശ്രീ പരമാത്മനേ നമഃ. ശ്രീമദ്ഭഗവദ്ഗീത ചതുർദശോऽധ്യായഃ. ഗുണത്രയ വിഭാഗയോഗഃ. ശ്രീഭഗവാനുവാച പരം ഭൂയ പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം. ശ്രീഭഗവാനുവാച പരം ഭൂയ പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം. യജ്ഞാത്വാ മുനയഃ സർവേ പരാം സിദ്ധിമിതോ ഗതാഃ. യജ്ഞാനാം മുനയാം സർവേ പരാം സിദ്ധിമിതോ ഗതാഃ. ശ്ലോകം 2. ഇദം ജ്ഞാനമുപാശ്രിത്യ മമ സാധർമ്മ്യമാഗതാഃ. ഇദം ജ്ഞാനമുപാശ്രിത്യ മമ സാധർമ്മ്യാമഗതഃ. സർഗേപി നോപജായന്തെ പ്രളയേ ന വ്യഥന്തി ച. സർവേപി നോപജായന്തെ പ്രളയേ ന വ്യഥതി ച. ഇദം ജ്ഞാനമുപാശ്രിത്യ മമ സാധർമ്മ്യമാഗതാഃ. സർഗേപി നോപജായന്തെ പ്രളയേ ന വ്യഥന്തി ച. ഇദം ജ്ഞാനമുപാശ്രിത്യ മമ സാധർമൃഗാഗതഃ. സർഗേപി നോപജായന്തെ പ്രളയേ ന വ്യഥന്തി ച. ശ്ലോകം 3. മമ യോനിർമഹദ് ബ്രഹ്മ തസ്മിൻ ദധാമ്യഹം. മമ യോനിർമഹദ് ബ്രഹ്മ തസ്മിൽ ഗർഭം ദദാമ്യഹം. സംഭവ സർവഭൂതാനാം തതോ ഭവതി ഭാരത. സംഭവ സർവഭൂതാനാം തതോ ഭവതി ഭാരത. മമ യോനിർമഹദ് ബ്രഹ്മ തസ്മിൻ ഗർഭം ദധാമ്യഹം. സംഭവ സർവഭൂതാനാം തതോ ഭവതി ഭാരത. മമ യോനിർമഹത് ബ്രഹ്മ തസ്മിൻ ഗർഭം ദധാമ്യഹം. സംഭവാഃ സർവേ ഭൂതാനാം തതോ ഭവതി ഭാരത. ഇനി ഈ 3 ശ്ലോകങ്ങളുടെയും വ്യാഖ്യാനം കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോ 13ാമത്തെ അധ്യായത്തിലെ ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിലെ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. മനുഷ്യ ശരീരം ക്ഷേത്രം തന്നെയാണ്. ഇതറിയുന്നവൻ ക്ഷേത്രജ്ഞനാണ്. അതുപോലെ ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞേയം എന്നിവയെ പറ്റി അറിഞ്ഞവൻ ആത്മസാക്ഷാത്കാരത്തിന് അർഹത നേടുന്നു. കാര്യകാരണങ്ങൾ ഉണ്ടാകുന്നതിന് പ്രകൃതി കാരണമാണെന്ന് പറയുന്നു. ആത്മാവ് എല്ലാ ശരീരത്തെയും പ്രകാശിപ്പിക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് 14ാമത്തെ അധ്യായത്തിലേക്കാണ് കടക്കുന്നത്. ഗുണത്രയ വിഭാഗ യോഗം. അതില് എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ അതിന്റെ രൂപങ്ങളൊക്കെ രത്നച്ചുരുക്കമല്ല, കുറച്ച് നന്നായി തന്നെ നമ്മുടെ ഇ വി നാരായണൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ ശ്ലോകങ്ങളും അതിനെപ്പറ്റി വിശദീകരിക്കേണ്ടതേ ഉള്ളൂ. എങ്കിലും കുറച്ച് കാര്യങ്ങൾ ഞാനും പറയാം. മനുഷ്യരെല്ലാം സൃഷ്ടിക്കപ്പെട്ടതാണ്. സ്രഷ്ടാവാണ് എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചത്.
ഒരേ സ്രഷ്ടാവ് സൃഷ്ടിച്ച മനുഷ്യർ എന്തുകൊണ്ടാണ് ഒരേപോലെ പ്രവർത്തിക്കാത്തത്? പലരും പലതരത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഒരേപോലെ പ്രവർത്തിക്കാത്തത് എന്നത് അവരുടെ കഴിവുകേടും വ്യത്യസ്തമാണല്ലോ. ഈ സംശയങ്ങൾക്ക് ആധുനിക ഭൗതിക ശാസ്ത്രത്തിന് തൃപ്തികരമായ മറുപടി പറയാനില്ലെങ്കിലും ഭാരതീയ ആധ്യാത്മിക ശാസ്ത്രങ്ങൾ ഇതിനുള്ള കാരണം വളരെ മുൻപ് തന്നെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാണ്. ഋഷിമാർ പ്രപഞ്ചം എന്ന പ്രതിഭാസം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വളരെ പണ്ട് മുതലേ മനസ്സിലാക്കിയിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യർ വ്യത്യസ്തമായ രീതിയിൽ പെരുമാറുന്നതിൽ അസ്വാഭാവികതയുള്ളതായി അവർക്ക് തോന്നിയിട്ടില്ല. പിന്നെ മനുഷ്യർ പ്രകൃതി ഗുണങ്ങളിൽ പ്രവർത്തിക്കുന്നുവെന്ന് കർമ്മയോഗത്തിൽ ഭഗവാൻ പ്രസ്താവിച്ചിട്ടുണ്ട്. അതായത് 27 ശ്ലോകങ്ങളുള്ള 3-ാമത്തതിൽ പറഞ്ഞിട്ടുണ്ട്, 33-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ് ഇവിടെ പറഞ്ഞതാണ്, നേരത്തെ പറഞ്ഞതാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ 3 ഗുണങ്ങളും മനുഷ്യന്റെ സ്വഭാവത്തെ സ്വാധീനിക്കുകയാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ ആധിക്യം മനുഷ്യരിൽ കാണുവാൻ സാധിക്കും. സാത്വിക ഗുണമുള്ളവരുണ്ട്, രാജസ ഗുണമുള്ളവരുണ്ട്, താമസ ഗുണമുള്ളവരുണ്ട്. അങ്ങനെ 3 തരം ഗുണങ്ങളും ഇവിടെ ഉള്ളവരുണ്ട്. നമുക്ക് ഏതായാലും ആദ്യത്തെ ശ്ലോകത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ശ്രീ ഭഗവാനുവാച പരം ഭൂയ പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം യജ്ഞാത്വാ മുനയഃ സർവേ പരം സിദ്ധിമിദോ ഗതാഃ. ശ്രീ ഭഗവാൻ പറഞ്ഞു, യത് ജ്ഞാതാ, യത് ജ്ഞാത്വാ, ഏതറിഞ്ഞിട്ടാണോ, ഏത് അറിഞ്ഞിട്ടാണോ. അതുപോലെ സർവേ മുനയഃ, മുനികളെല്ലാം. അതുപോലെ ഇതഃ പരാം സിദ്ധിം ഗതഃ, ജീവിതത്തിൽ നിന്ന് മുക്തരായി പരമഗതിയെ പ്രാപിച്ചത്. ജ്ഞാനാനാം ഉത്തമം, ജ്ഞാനങ്ങളിൽ വച്ച് ഉത്തമമായ പരം ജ്ഞാനം, ആ പരമജ്ഞാനത്തെ ഭൂയ പ്രവക്ഷ്യാമി, വീണ്ടും ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് ഇവിടെ ഭഗവാൻ അർജുനനോട് പറയുകയാണ്. അർജുനന്മാര് നമ്മളാണ് കേട്ടോ, നമ്മളാണ് പഠിക്കേണ്ടതും എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. എന്തായാലും നമുക്ക് നോക്കാം. മനനം ചെയ്യുന്ന യോഗികളെല്ലാം ജീവിതത്തിൽ നിന്ന് മുക്തരാക്കി പരമഗതിയെ പ്രാപിക്കാൻ സഹായിച്ച പരമജ്ഞാനത്തെ ഭഗവാൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്നു. ജ്ഞാനങ്ങളിൽ വെച്ച് ഉത്തമമായ ജ്ഞാനമാണത്. തന്റെ പ്രിയ ശിഷ്യനായ അർജുനന് എത്ര ഉപദേശം നൽകിയാലും ഭഗവാന് തൃപ്തി വരുന്നില്ല. ഗുരുവും ശിഷ്യനും മാനസികമായി ഒരേ തരംഗ ദൈർഘ്യത്തിലാകുമ്പോഴാണ് ഉപദേശങ്ങൾ പ്രയോജനപ്പെടുന്നത്. അർജുനന് പരമമായ ജ്ഞാനത്തെ അറിയുവാൻ താല്പര്യമുണ്ട്. ആ താല്പര്യം മനസ്സിലാക്കിയ ഭഗവാൻ ഉത്സാഹത്തോടെ ശ്രേഷ്ഠവും ഉത്തമവുമായ ജ്ഞാനത്തെ ഉപദേശിക്കുവാൻ തയ്യാറാവുകയാണ് ഈ 1-ാമത്തെ ശ്ലോകത്തിൽ ചെയ്യുന്നത്. അടുത്തത് നമുക്ക് 2-ാമത്തെ ശ്ലോകത്തിലേക്ക് ഒന്ന് കടക്കാം. ഇദം ജ്ഞാനമുപാശ്രിത്യ മമ സാധർമ്മ്യമാഗതാഃ സർഗേപി നോപജായന്തേ പ്രളയേന വ്യഥന്തി ച. ഇദം ജ്ഞാനം ഉപാശ്രിത്യ, ഈ ജ്ഞാനത്തെ ആശ്രയിച്ച്, മമ സാധർമ്മ്യം ആഗതാഃ, എന്നെ പ്രാപിച്ചവൻ, സർഗേ അപി, സൃഷ്ടി ആരംഭിക്കുമ്പോൾ പോലും, ന ഉപജായതേ, ജന്മമെടുക്കുന്നില്ല, പ്രളയേ ന വ്യഥന്തി ച, പ്രളയത്തിൽ ദുഃഖിക്കുന്നുമില്ല. അതാണ് ഇവിടെ പറയുന്നത്. നമുക്കൊന്ന് വിശദീകരിച്ച് നോക്കാം. യഥാർത്ഥ ജ്ഞാനം ഗ്രഹിച്ച് ഭഗവാനെ പ്രാപിച്ചവർ വീണ്ടും സൃഷ്ടിക്ക് വിധേയരാകുന്നില്ല. അവർക്ക് പ്രളയവും ഭയത്തെ നൽകുന്നില്ല. സങ്കല്പങ്ങൾ മനസ്സിലാണ് സൃഷ്ടിക്കുന്നത്. സങ്കല്പങ്ങൾ മനസ്സിലാണ് സൃഷ്ടിക്കപ്പെടുന്നത്. സങ്കല്പങ്ങൾ മനുഷ്യനിൽ പലതരത്തിലുള്ള വികാരങ്ങളെയും
സൃഷ്ടിക്കുന്നു. അപ്പോ ഭയം, സന്തോഷം, ദുഃഖം ഇവയെല്ലാം മനസ്സിന്റെ സങ്കല്പങ്ങളാണ്. ഓരോ തരത്തില് കാണുന്നത് ഓരോ തരത്തില് വിഷമം ഉണ്ടാക്കുമ്പോൾ അത് ദുഃഖമുണ്ടാകുന്നു. എന്തെങ്കിലും കിട്ടുന്നു, കൂടുതൽ എന്തെങ്കിലും നല്ലത് കിട്ടുന്നു, അപ്പോ മനസ്സിൽ അധികം സന്തോഷം ഉണ്ടാകുന്നു. ഇതൊക്കെ മനസ്സിലാണ് ഉണ്ടാകുന്നതെന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ മനസ്സില്ലെങ്കിൽ സങ്കല്പങ്ങളുമില്ല, സങ്കല്പമില്ലെങ്കിൽ സുഖ ദുഃഖാദികളുമില്ല. യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത് മനസ്സിനപ്പുറത്തുള്ള ആത്മാവിനെ പറ്റിയുള്ള ബോധമാണ്. ആത്മതലത്തിലെത്തിയാൽ മനസ്സിലെ കുഴപ്പങ്ങൾ ഒന്നും സാധകനെ ബാധിക്കുന്നില്ല. ജനനവും മരണവും ഇല്ലാത്ത ആത്മലോകത്തിലെത്തിയാൽ പിന്നെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒന്നും പ്രശ്നമാകുന്നില്ല. പരമാത്മാവിലെ ലയനം പൂർണ്ണതയിലുള്ള ലയനമാണ്. അതാണ് ഈ രണ്ടാമത്തെ ശ്ലോകത്തിന്റെ ആശയം. അടുത്തത് നോക്കാം, മൂന്നാമത്തെ ശ്ലോകം നോക്കാം. മമയോ നിർമഹത് ബ്രഹ്മ തസ്മിൻ ഗർഭം ദധാമ്യഹം സർവഭൂതാനാം അദോ ഭവതി ഭാരത. ഭാരത, അർജുന, മഹത് ബ്രഹ്മ, മഹത്തായ സഗുണ ബ്രഹ്മം, അതായത് പ്രകൃതി. ഇനി മമ യോനിഹി, എന്റെ ഗർഭാധാന സ്ഥാനമാകുന്നു. പ്രകൃതി എന്റെ ഗർഭാധാന സ്ഥാനമാകുന്നു എന്ന് ഭഗവാൻ പറയാണ്. തസ്മിൻ അഹം, അതിൽ ഞാൻ, ഗർഭം ദധാമി, ഗർഭാധാനം ചെയ്യുന്നു. തദ സർവഭൂതാനാം, അതിൽ നിന്നാണ് സർവചരാചരങ്ങളും സംഭവ ഭവതി ജനിക്കുന്നത്. സർവ ഭൂതങ്ങളും അല്ലെങ്കിൽ സർവചരാചരങ്ങളും ജനിക്കുന്നത് അതിൽ നിന്നാണ് എന്ന് പറയുകയാണ്. അപ്പോ എന്താണെന്ന് നോക്കാം. മഹത് ബ്രഹ്മം ഭഗവാന്റെ ഗർഭാധാന സ്ഥാനമാണ്. സ്ത്രീ പുരുഷ ഇതൊക്കെ പറയേണ്ട ആവശ്യമില്ല, എന്നാലും ഒന്ന് പറയുകയാണ്. സ്ത്രീ പുരുഷ സംയോഗത്തിലാണ് സന്തതികൾ ഉണ്ടാവുന്നത്. പുരുഷ ബീജത്തെ സ്ത്രീകളുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്നതിനെ ഗർഭാധാനം എന്ന് പറയുന്നു. ഷോഡശ സംസ്കാരത്തിൽ വിവാഹശേഷം നവദമ്പതികൾ തമ്മിൽ സന്താനോൽപാദനത്തിന് വേണ്ടി ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ ചെയ്യുന്ന സംസ്കാര കർമ്മത്തെ ഗർഭാധാനം എന്ന് പറയുന്നു. പ്രപഞ്ചോത്പാദനം നടത്താൻ പരംപുരുഷൻ തന്റെ ബീജത്തെ നിക്ഷേപിക്കുന്നത് മഹത് ബ്രഹ്മമായ പ്രകൃതിയിലാണ്. അതുപോലെ പ്രകൃതി പുരുഷ സംയോഗത്തിലാണ് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത്. വാസനകൾ, സങ്കല്പങ്ങൾ, ചിന്തകൾ, പ്രവൃത്തികൾ എന്നിവ ഒന്നിച്ചു ചേർന്നുണ്ടായതാണ് പ്രകൃതി. ആ പ്രകൃതിയാവട്ടെ 3 ഗുണങ്ങളായ സത്വ, രജോ, തമ, സത്വ, രജസ്, തമോ ഗുണങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ടതുമാണ്. പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ഈ 3 ഗുണങ്ങളെ വേദാന്തത്തിൽ പറയുന്നത് മായ എന്നാണ്. മായ പ്രപഞ്ചത്തിന്റെ കാരണമാണ്. വ്യക്തികളിൽ പ്രവർത്തിക്കുന്ന മായയെ അവിദ്യ എന്ന് പറയുന്നു. സമഷ്ടിയിലെ അവിദ്യയാണ് മായ, മൂലപ്രകൃതി. അതുപോലെ വ്യക്തിഗതമായ അഹങ്കാരത്തെ, അതായത് ഈഗോ, ഈ അഹങ്കാരത്തെ അവിദ്യ നിയന്ത്രിക്കുമ്പോൾ മായയെ ഈശ്വരൻ നിയന്ത്രിക്കുന്നു. മുൻപത്തെ അധ്യായത്തിൽ വിശദീകരിച്ച ക്ഷേത്രവും ക്ഷേത്രജ്ഞനും പ്രകൃതിയുടെ 2 ഭാവങ്ങളാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇവ രണ്ടും പ്രവർത്തിക്കുന്നത് പരമാത്മാവിന്റെ സാന്നിധ്യത്തിൽ പ്രകൃതി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലായത് എന്താ? ഈ പ്രപഞ്ചത്തിന്റെ പിതാവ് ഭഗവാനും, അതായത് പരമാത്മാവ്, മാതാവ് മഹത്തായ പ്രകൃതിയുമാണ്. സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും പ്രകൃതി ജന്യങ്ങളാണ്. സത്വഗുണം വർദ്ധിക്കുമ്പോൾ ജ്ഞാനമുണ്ടാകും, രജോ ഗുണം വർദ്ധിക്കുമ്പോൾ മനസംഘർഷമുണ്ടാകും, തമോ ഗുണം വർദ്ധിക്കുമ്പോൾ തെറ്റിദ്ധാരണയും ഉണ്ടാകും.
മൂന്ന് ഗുണങ്ങളിൽ നിന്നും അതീതനായവൻ, അതായത് ഗുണാതീതൻ, പരമാത്മഭാവത്തെ പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. ഹരിയോ. ഹരിയോം അക്ക. 4, 5, 6 ശ്ലോകങ്ങളുടെ ഗൈഡൻസിന് ശ്രീമതി സരോജിനി അക്കയെയും, റെപ്പിറ്റേഷന് വേണ്ടി ശ്രീമതി വത്സല ബി അക്കയെയും, വിശദീകരണത്തിന് വേണ്ടി ശ്രീമതി രാജമ്മ അക്കയെയും വേദിയിലേക്ക് ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹരിയോം അക്ക. ഹരിയോം. 4-ാമത്തെ ശ്ലോകം. സർവയോനിഷു കൗന്തേയ മൂർത്തയ സംഭവന്തി യാഃ. സർവയോനിഷു കൗന്തേയ മൂർത്തയ സംഭവന്തി യാഃ. താസാം ബ്രഹ്മ മഹദ്യോനിഃ അഹം ബീജപ്രദപിതാ. താസാം ബ്രഹ്മ മഹദ്യോനിരഹം. സർവയോനിഷു കൗന്തേയ മൂർത്തയ സംഭവന്തി യാഃ. താസാം ബ്രഹ്മ മഹദ്യോനിഃ അഹം ബീജപ്രദപിതാ. സർവയോനിഷു കൗന്തേയ മൂർത്തയ സംഭവന്തി യാഃ. താസാം ബ്രഹ്മ മഹദ്യോനിഃ ബീജപ്രദപിതാ. അടുത്തത് 5-ാമത്തെ ശ്ലോകം. സത്വം രജസ്തമ ഇതി ഗുണാഃ പ്രകൃതി സംഭവാഃ. സത്വം രജസ്തമ ഇതി ഗുണപ്രകൃതി സംഭവാ. നിബധ്നന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. നിബദ്ധന്തി മഹാബാഹോ ദേഹേ ദേഹിനാം അവ്യയം. സത്വം രജസ്തമ ഇതി ഗുണാഃ പ്രകൃതി സംഭവാഃ. നിബധ്നന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. സത്വം രജസ്തമ ഇതി ഗുണപ്രകൃതി സംഭവാ. നിബദ്ധന്തി മഹാബാഹോ ദേഹേ ദേഹിനാം അവ്യയം. 6-ാമത്തെ ശ്ലോകം. തത്ര സത്വം നിർമ്മലത്വാത് പ്രകാശകമനാമയം. തത്ര സത്വം നിർമ്മലത്വാത് പ്രകാശകമനാമയം. സുഖസംഗേന ബധ്നാതി ജ്ഞാനസംഗേന ചാനഘ. സുഖസംഗേന ബധ്നാതി ജ്ഞാനസംഗേന ചാനഘ. തത്ര സത്വം നിർമ്മലത്വാത് പ്രകാശകമനാമയം. സുഖസംഗേന ബധ്നാതി ജ്ഞാനസംഗേന ചാനഘ. തത്ര സത്വം നിർമ്മലത്വാത് പ്രകാശകമനാമയം. സുഖസംഗേന ബധ്നാതി ജ്ഞാനസംഗേന ചാനഘ. ഹരിയോം. 3 ശ്ലോകത്തിന്റെയും എക്സ്പ്ലനേഷൻ. ഹരിയോം. ഇവിടെ എല്ലാവർക്കും നമസ്കാരം. ഇവിടെ 14-ാമത്തെ അധ്യായം, 12-ാമത്തെ അധ്യായം, അതില് ഭഗവാന് ക്ഷേത്രജ്ഞ യോഗത്തെ കുറിച്ച് സംസാരിച്ചു അർജുനനോട്. അപ്പോൾ അർജുനന് പൂർണ്ണമായും അതിന് ഒരു ക്ലിയറൻസ് കിട്ടിയില്ല എന്ന് ഭഗവാന് തോന്നിയതിന്റെ ഫലമായിട്ട് മുഖത്തെ എക്സ്പ്രഷൻ കൊണ്ട് നമുക്ക് ഓരോരുത്തരുടെയും
വികാരങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. അർജുനൻ തുറന്നു പറയുന്നില്ല എനിക്കൊന്നും മനസ്സിലായില്ലെന്ന്. അങ്ങനെ അത് കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ ശ്രമിക്കുകയാണ് ഈ 14-ാമത്തെ അധ്യായത്തിൽ. അപ്പൊ ഇതിൽ ഞാനും പറയേണ്ട കാര്യങ്ങൾ മുക്കാൽ വി നായരണ്ണനും എന്താണ് ഗിരിജാക്കയും പറഞ്ഞു കഴിഞ്ഞു. ഇനി എങ്ങനെ അതൊരു റെപ്പറ്റീഷൻ പോലെ എന്റെ ചടങ്ങ് ഞാൻ നടത്തുകയാണ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് പറയേണ്ടി വരുന്നില്ല. ഒന്ന് ഞാൻ ചൊല്ലിയിട്ട് അർത്ഥം എന്റെ ഡ്യൂട്ടിയാണ് അതില്. സർവയോനീഷു കൗന്ദേയ മൂർത്തയാ സംഭവന്തിയ. ഇവിടെ അല്ലയോ കൗന്ദേയ, കുന്തിപുത്രനായ അർജുന, സർവയോനീഷു സർവയോനികളിലും യാഹ മൂർത്തയ സംഭവന്തി എന്തെല്ലാം ശരീരങ്ങൾ ഉണ്ടാകുന്നുവോ അതെല്ലാം എന്താണ് താസാം ബ്രഹ്മ മഹദ്യോനിം അഹം ബീജപ്രദ പിത. താസാം അതെല്ലാം മഹാപ്രകൃതി യോനിയായിട്ടും അഹം ബീജം പ്രദ പിത. അപ്പൊ ഏതൊരു വസ്തു ഉണ്ടാകണമെങ്കിലും, ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒന്നും പുതുതായിട്ട് ഉണ്ടാകുന്നില്ല, പുതുതായിട്ടൊന്നിനെ ഉണ്ടാക്കാനും പറ്റത്തില്ല. സ്പോണ്ടേനിയസ് ജനറേഷൻ എന്ന് പണ്ട് പറയും. അതെല്ലാം അപ്രസക്തമായി കഴിഞ്ഞു. ഇപ്പൊ ഉണ്ടെങ്കിൽ ഒരു ശൂന്യതയിൽ നിന്നും ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. എന്നും എന്നും ഇതെല്ലാം ഉള്ളതാണ്. അതിൽ നിന്നും ഒന്നിൽ നിന്നും വേറൊരു എനർജി ക്യാൻ ബി ചേഞ്ച് ടു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എനർജീസ് എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുക. എനർജി കനോട്ട് ഡിസ്ട്രോയ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ആ തത്വം തന്നെയാണ് ഇവിടെ. എനർജി ഓൾറെഡി എല്ലാം ഉണ്ട്. അതിൽ നിന്നും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എനർജീസ് അല്ലെങ്കിൽ ശരീരങ്ങൾ, ദേഹങ്ങൾ, ഇതുപോലെ ചരാചരങ്ങളെ നമ്മള് ഉണ്ടാകുന്നു. അപ്പൊ അതില് നമ്മള് പിന്നിലേക്ക് പോവേണ്ടിയിരിക്കുന്നു. എന്താണ് നമ്മുടെ പിന്നെ പ്രകൃതി, എങ്ങനെ പ്രകൃതിയും അതുപോലെ പുരുഷനും. അപ്പൊ ഈ ഒന്നുമില്ലാതെ ഇരുന്ന അവസ്ഥയിൽ ബ്രഹ്മത്തിന് തോന്നി എനിക്ക് പലതാവണമെന്ന്. അപ്പോൾ ബ്രഹ്മം അങ്ങനെ പിന്നെ മായ അല്ലെങ്കിൽ പ്രകൃതിയെ സൃഷ്ടിക്കുന്നു. അതിൽ പ്രകൃതി ത്രിഗുണങ്ങളെ സൃഷ്ടിക്കുന്നു. അങ്ങനെ ത്രിഗുണങ്ങളിൽ തന്നെ 24 തത്വങ്ങള്. ആ 24 തത്വങ്ങളിൽ മായയുടെ ഈശ്വരന്റെ അല്ലെങ്കിൽ ആ ബ്രഹ്മത്തിന്റെ പ്രകാശം പ്രഭാവം കലർത്തിയിട്ട് അവിടെ ഒരു ഹിരണ്യാണ്ഡം ഉണ്ടാവുന്നു. ആ ഹിരണ്യാണ്ഡമാണ് എന്താണ് വിരാട് പുരുഷനായിട്ട് മാറുന്നത്. ആ വിരാട് പുരുഷൻ എന്ന് പറയുന്നത് നമുക്ക് സമഷ്ടി എന്ന് പറയാം, നമ്മൾ ഓരോരുത്തരും വെഷ്ടി എന്ന് പറയാം. ആ വിരാട് പുരുഷന്റെ വെഷ്ടി രൂപം തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ ഒരു വസ്തു ഉണ്ടാവണമെങ്കിൽ 2 സാധനങ്ങൾ കൂട്ടിച്ചേരുമ്പോഴാണ്. അപ്പൊ ജലം ഉണ്ടാകണമെങ്കിൽ ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു ജലം. അപ്പൊ അല്ല ഹൈഡ്രജൻ വേറെ നിന്നാലും ഓക്സിജൻ വേറെ നിന്നാലും നമുക്ക് ജലം കിട്ടുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഒരു പുതിയ വസ്തു ഉണ്ടാവണമെങ്കിൽ 2 വസ്തുക്കൾ ആവശ്യമാണ്. അതിൽ ഇവിടെ പറയുന്നത് എന്താണ്? ബ്രഹ്മ മഹദ്യോനി, ഈ പ്രകൃതിയാകുന്ന മഹത്തായ എന്ന് പറഞ്ഞാൽ വലുതെന്നർത്ഥം. മഹദ് യോനി, യോനി എന്ന് പറഞ്ഞാല് അത് എന്താ ഒരു പാത്രമാണ്. അതൊരു താൽക്കാലികമായ പാത്രമാണ് യോനി. ആ പാത്രത്തില് എന്താണ് നമ്മള് അഹം ബീജം പ്രദാപിത, അതിലെ അണ്ഡവുമായിട്ട്, അത് മനുഷ്യന്റേത് മാത്രമല്ല പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളിലെയും ആസ് എ ഹോളാണ് പറയുന്നത്. ആ പ്രക്രിയ നടക്കുമ്പോൾ ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. അതിന്റെ യഥാർത്ഥ പിതാവ് ഞാനാകുന്നു. അതിന്റെ പ്രകാശം കൊടുത്ത അത് ഞാൻ പുരുഷനാകുന്നു. പിതാവ്, അമ്മ എന്ന് പറയുന്നത് മഹാമായ അല്ലെങ്കിൽ മൂലപ്രകൃതിയാണ്. എന്ന് പറഞ്ഞാൽ മൂലപ്രകൃതി മാത്രമുണ്ടെങ്കിലും നമുക്ക് ഒന്നിനെ സൃഷ്ടിക്കാൻ കഴിയത്തില്ല. അതിനെ കൂടെ ആ പരമാത്മ ചൈതന്യം കൂടെ ചേരുമ്പോൾ മാത്രമേ ഒരു സൃഷ്ടി നടക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ സമസ്ത അവിടെ നമ്മൾ വിരാട് പുരുഷനിൽ കണ്ടതാണ്, അത് പഠിച്ചിട്ടുള്ളവർക്കറിയാം. 24 ഗുണങ്ങളെയും 24 തത്വങ്ങളെയും ഉണ്ടാക്കിയിട്ടും അവയ്ക്ക് ഒരു വികാരവും ഉണ്ടാകാതെ പ്രത്യേകം അങ്ങനെ നിന്നു. അപ്പോൾ
ഒരു പ്രോഡക്റ്റും അതിൽ നിന്ന് ഉണ്ടാവുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് പ്രാർത്ഥന തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് അവരുടെ പിന്നെ ആത്മാക്കളുടെ ദൈവമായ ആത്മാക്കളുടെ പ്രാർത്ഥനയുടെ ഫലമായി ഈശ്വര ചൈതന്യം കൂടി ആ മായയും കൂടി അതിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് ഹിരണ്യാണ്ഡം ഉണ്ടായത്. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഒരു വിശ്വത്തിലെ സമസ്ത വിശ്വത്തിലെ എല്ലാ വസ്തുക്കളും പരമാത്മാവിന്റെ ആവിഷ്കാരണമാണ്. പരമാത്മാവിന്റെ പ്രകാശമില്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒരു വസ്തുവും ഉണ്ടാകുന്നില്ല. അത് ഒരു മനുഷ്യന് മാത്രം ഒരു സ്പേം, ഒരു എഗ് സംയോജിച്ചൊരു സൈഗോട്ട് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞ പോലെ ഓരോ ജീവിക്കും, ഓരോ ചെടിക്കും, എല്ലാത്തിനും അതിൻ്റെതായ അനുകൂലനങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പൊ രാത്രിയിൽ വിടരുന്ന പൂക്കൾക്ക് വെള്ള നിറം കൊടുക്കുന്നു, അതിന്റെ പ്രാണികൾ വരുന്നു, അവിടെ സംയോഗം നടക്കുന്നു. അങ്ങനെ അതിനെ പറഞ്ഞ അനുകൂലനങ്ങൾ, അങ്ങനെ എല്ലാം ഈശ്വരപ്രഭാവത്താലാണ് ഇവിടെ നടക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എല്ലാ സർവയോനീഷു കൗണ്ട്, എല്ലാ ജീവജാലങ്ങളും ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു യോനിയും ഒരു വേണം, ഒരു പുരുഷനും വേണം, അല്ലെങ്കിൽ ഒരു എഗ് ആൻഡ് എസ്പയം വേണം. അപ്പൊ അത് സംയോജിക്കുമ്പോൾ ഒരു പുതിയ രൂപമുണ്ടാകുന്നു, പുതിയ ജീവി ഉണ്ടാകുന്നു. അതാണ്. പിന്നെ അടുത്തത് സത്വം രജസ്തമ ഇതി ഗുണപ്രകൃതി സംഭവ നിബന്ധന്തി മഹാബാഹോ ദേഹേ ദേഹിനം അവ്യയം. ഇവിടെ ഓരോ ജീവിയും ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അതാണ് നമുക്ക് എല്ലാവർക്കും സംശയം. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് പഠിക്കുമ്പോ, ബ്രഹ്മത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ഈശ്വര പ്രഭാവത്തിൽ നിന്നാണ് നമ്മളെല്ലാം ഉണ്ടായിരിക്കുന്നത്, എന്നിട്ട് എന്തുകൊണ്ട് എല്ലാ മനുഷ്യരും ഒരേ സ്വഭാവമുള്ളവരല്ല, പല സ്വഭാവക്കാരാണ്? അതെന്തുകൊണ്ടാണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ ഓരോരുത്തരും ഈ ജന്മത്തിൽ ജീവിച്ചിട്ട് പല തരത്തിലുള്ള കർമ്മങ്ങളാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന തരത്തിലുള്ള കർമ്മമല്ല വേറൊരാൾ ചെയ്യുന്നത്. വ്യത്യസ്ത രീതിയിലുള്ള കർമ്മങ്ങൾ ആണ് നമ്മൾ ചെയ്യുന്നത്. ആ കർമ്മങ്ങൾ ചെയ്തിട്ട് നമ്മളെ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് ആത്മാവ് മാത്രമായിട്ട് ശരീരം വിട്ട് പോകുമ്പോൾ ആ ആത്മാവ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നിട്ടുള്ള കർമ്മങ്ങളുടെ വാസനകളെ മുഴുവനുമായിട്ടുമാണ് പോകുന്നത്. ആ വാസനകളും കൊണ്ടാണ് വാസന എന്ന് പറഞ്ഞാൽ പെർഫ്യൂം അടിക്കുന്ന വാസനയല്ല, നമ്മൾ ചെയ്ത ഓരോ കാര്യത്തിൻ്റെയും ആ സ്വഭാവങ്ങളെയും കൊണ്ടാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ പോയിട്ട് നമ്മുടെ ഈ ആത്മാവ് തെരഞ്ഞിങ്ങനെ നടക്കും. ഞാൻ ചെയ്ത കർമ്മത്തിനനുസരിച്ചുള്ള പുതിയ ഒരു ഗർഭമാത്രം തെരഞ്ഞു നടന്നിട്ട് അതേ കർമ്മത്തിന്റെ ഇ.വി. നായരെണ്ണം പറഞ്ഞു, ആ കർമ്മത്തിന്റെ ബാക്കി ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന അതേ ഗർഭമാത്രവും പുരുഷനും കിട്ടുന്നത് വരെ ഇത് അലഞ്ഞിങ്ങനെ നടക്കും. അത് പറ്റിയത് കിട്ടുമ്പോൾ അവിടെ നമ്മളെ ഭാഗവതത്തിൽ പുരഞ്ജന ചരിതം പഠിച്ചിട്ടുണ്ട്. പുരഞ്ജനും പുരഞ്ജനിയുടെയും കഥ അത് പഠിച്ചവർക്ക് ശരിക്കറിയാം. അപ്പൊ അവിടെ അങ്ങനെ ചെല്ലുമ്പോൾ നമുക്ക് സാത്വികമായി ജീവിച്ച ഒരാള് സാത്വികമായ രീതിയിൽ മാത്രമുള്ളിടത്ത് ചെന്നെത്തും. അല്ലാത്തവര് അതുപോലെ രജോ ഗുണം, മൂഢന്മാരെ അതുപോലെ തമോ ഗുണമുള്ളവര് അതുപോലെയുള്ള യോനികളിൽ ചെന്നെത്തും. വീണ്ടും അവരങ്ങനെ ജനിക്കും. അതുകൊണ്ടാണ് പ്രകൃതിയില് ഈശ്വര ചൈതന്യത്താലാണ് നമ്മൾ ഉണ്ടായിട്ടുള്ളതെങ്കിലും എല്ലാവരും വ്യത്യസ്ത സ്വഭാവത്തിൽ കാണപ്പെടാൻ കാരണം നമ്മുടെ ഓരോ ജന്മത്തിലെയും കർമ്മഫലങ്ങൾ. കഴിഞ്ഞ ഈ രാമായണത്തിന്റെ ആദ്യമൊക്കെ ദശരഥന്റെയും കൗസല്യയുടെയും ഒക്കെ നമ്മൾ പറഞ്ഞു, മുൻപിൽ നല്ലത് ചെയ്താൽ ഇന്ന് നമ്മൾ നല്ലത് ചെയ്ത ഞാൻ പറയും, ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോ എന്റെ കയ്യിൽ ഒരു നാരായണീയം കാണും എന്ന് തമാശയായിട്ട് ഞാൻ പറയും. കാരണം ഞാൻ ആ നാരായണീയത്തിന്റെ അംശവും കൊണ്ടാണ് എൻ്റെ ആത്മാവ് പോകുന്നത്. ഭാഗവതത്തിന്റെ അംശവും കൊണ്ടാണ് ഞാൻ എൻ്റെ ആത്മാവ് പോകുന്നത്. അതിന്റെ ബാക്കി തീർക്കാൻ വേണ്ടി ആയിരിക്കും ഇനി എൻ്റെ ജനനം. സോ ബി കെയർഫുൾ ഇനിയുള്ള കാലമേലും. അത് ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇങ്ങനെ എല്ലാ ആയ തമസ്, സത്വം, തമസ് ഇങ്ങനെ മൂലപ്രകൃതിയാണ് ഈ ഗുണങ്ങളുടെ ആധാരം. 3 ഗുണങ്ങളുടെയും ആധാരം ഈ മൂലപ്രകൃതി മായയാണ്. നാശകരിതമായ ജീവാത്മാവിനെ ഈ സ്വഭാവങ്ങൾ ബന്ധിക്കുന്നു. ഈ നാശമില്ലാത്ത ആത്മാവിനെ ഈ നമ്മുടെ സ്വഭാവങ്ങളാവുന്ന സുഖം, ദുഃഖം, ഞാൻ എന്ന ഭാവങ്ങൾ, അഹം,
എല്ലാം ഈ ആത്മാവിനെ ഈ ശരീരവുമായി ബന്ധിച്ച് നിർത്തുന്നു. അല്ല, ആത്മാവ് നമ്മളുമായിട്ട് ബന്ധിക്കുന്നില്ല. ആത്മാവിനെ നമ്മുടെ ചിന്തകളും വികാരങ്ങളും പ്രവർത്തികളും ആത്മാവിനെ ശരീരവുമായിട്ട് ബന്ധിച്ച് നിർത്തിയിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ രണ്ടാമത്തെ 6ാമത്തെ ശ്ലോകത്തിലെ സത്വരജ തമോ ഗുണങ്ങളുടെ കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. അടുത്തത് 6ാമത്തെ ശ്ലോകം. തത്താത് സത്വം നിർമ്മലത്വാത് പ്രകാശകം അനാമയം സുഖസംഗേന ബന്ധനാദി ജ്ഞാനസംഗേന ച അനഘ. ഇനിയും 3 ഗുണങ്ങളെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അതിലിനി ഓരോ ഗുണത്തിന്റെയും പെക്യൂരിയാരിറ്റീസ് ആണ് പറയുന്നത് ഇവിടെ. എന്നാൽ സത്വഗുണം എങ്ങനെ ഇരിക്കും? അത് നിർമ്മലത്വാതാണ്. നിർമ്മലത്വാത് പ്രകാശം. ആ സത്വഗുണമുള്ള ഒരു വ്യക്തിയിൽ നിന്നും അവന്റെ ഓരോ നോട്ടം പോലും, ഒരു വാക്ക് പോലും, ഒരു ചിരി പോലും പ്രകാശമുള്ളതായിരിക്കും ആ സത്വഗുണമുള്ളവരുടെ. അപ്പൊ അത് പ്രകാശം അനാമയം. അനാമയം പ്രകാശം അനാമയം എന്ന് പറഞ്ഞാല് ആർക്കും ദോഷമില്ലാത്തത്, ഓരോരുത്തർക്കും ദോഷമൊന്നും ചെയ്യാത്ത സാത്വികനായ ജ്ഞാനിയായിരിക്കും അവൻ. എപ്പോഴും സത്വഗുണമുള്ളവർ ജ്ഞാനത്തിൽ മുന്നിലായിരിക്കും. മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് കാണും. വീണ്ടും വീണ്ടും അറിയാനുള്ള ഒരു കഴിവ്, ഉള്ള ജിജ്ഞാസ അവർക്കുണ്ടായിരിക്കും. അനാമയ സുഖസംഗേന, സുഖസംഗം കൊണ്ടും ജ്ഞാനസംഗേന ജ്ഞാനസംഗം കൊണ്ടും ബന്ധനാദി. പക്ഷേ അവര് എല്ലാം കൊണ്ടും സാത്വിക ഗുണമുള്ളവരാണ് എങ്കിൽ പോലും അവരിൽ ഒരു ഇത് വരും. ഞാൻ സത്വഗുണമുള്ള ആളാണ്, ഞാൻ നിർമ്മലനാണെങ്കിലും ഞാൻ സുഖിയാണ്, എനിക്ക് നല്ല സുഖമുണ്ട്, ഞാൻ സുഖമായിട്ട് ജീവിക്കുന്നു, എനിക്കൊരുപാട് അറിവുണ്ട്, ജ്ഞാനമുണ്ട് എന്നെല്ലാം സ്വയം ഉള്ളിൽ ഒരു മനുഷ്യനല്ലേ. അപ്പൊ അങ്ങനെ ഒരു തോന്നൽ അവർക്ക് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി മുമ്പ് പറഞ്ഞതുപോലെ ഈ ആത്മാവിനെ അറിയാതെ തന്നെ ഈ ആളുമായി ബന്ധിക്കപ്പെടുന്നു. ആ ജീവാത്മാവിനെ ബന്ധിക്കപ്പെടുന്നു. അപ്പൊ സത്വഗുണം നിർമ്മലമാണെങ്കിലും ഞാൻ സുഖിയാണ്, ഞാൻ ജ്ഞാനിയാണ് എന്നിങ്ങനെയുള്ള നമ്മുടെ അഭിമാനം അത് ജീവാത്മാവിനെ സുഖത്തോടും ജ്ഞാനത്തോടും ബന്ധിപ്പിക്കുന്നു. അപ്പൊ ഇനിയും കൂടുതലും പഠിക്കാനുണ്ട്. സത്വഗുണം ആണെങ്കിലും നമ്മൾ ആത്മാവിനെ ബന്ധിക്കുന്നു. രജോ ഇതാണ് 3 ഗുണങ്ങളാണ്. ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയാം. സത്വ രജോ തമോ ഗുണങ്ങൾ അത് മൂലപ്രകൃതിയാൽ നിർമ്മിക്കപ്പെട്ടിട്ട് വ്യത്യസ്ത സ്വഭാവങ്ങളെ പ്രകൃതിയിലുള്ള ഓരോ ജീവിക്കും, പ്രത്യേകിച്ച് മനുഷ്യനാണ് കൂടുതൽ പ്രശ്നമുള്ളത്. മറ്റു ജീവികൾ മനനം ചെയ്യാത്തവരാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനനം ചെയ്യാൻ കഴിവുള്ളവർ ആരോ അവർ മനുഷ്യൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ മനനം ചെയ്യാൻ കഴിവുള്ള മനുഷ്യന് പല തരത്തിലുള്ള വ്യവഹാരങ്ങളിൽ ഏർപ്പെടുകയും ആ വ്യവഹാരങ്ങൾക്കനുസരിച്ച് അവന്റെ സാത്വിക രജോ തമോ ഗുണങ്ങൾ വ്യത്യസ്തം ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പ്രകൃതി എല്ലാവരും ഒരുപോലെ കാണാതെ വ്യത്യസ്ത സ്വഭാവത്തോടു കൂടി പെരുമാറുന്നത്. ഹരിയോം. ഹരിയോം അക്ക. ഭക്തിപൂർവം ധ്യാന ശ്ലോകം ചൊല്ലിയ ശ്രീമതി ലതാ ദിവാകർ അക്ക വിശദമായി ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തന്ന EV നായർ അണ്ണൻ 1 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങൾക്ക് ചാണ്ടിങ് ഗൈഡൻസ് നൽകിയ ശ്രീമതി സരോജിനി അക്ക, 1 മുതൽ 3 വരെയുള്ള ശ്ലോകങ്ങൾ റിപ്പീറ്റ് ചെയ്ത ശ്രീമതി സുജാതയക്ക, 1, 2, 3 ശ്ലോകങ്ങൾക്ക് വിശദീകരണം നൽകിയ ശ്രീമതി ഗിരിജ ആറക്ക, 4, 5, 6 ശ്ലോകങ്ങൾ റിപ്പീറ്റേഷൻ ചെയ്ത വത്സല ബി അക്ക, 4, 5, 6 ശ്ലോകങ്ങളുടെ എക്സ്പ്ലനേഷൻ ചെയ്ത ശ്രീമതി രാജമ്മ അക്ക, പിന്നണിയിൽ ആകാംക്ഷാപൂർവ്വം തടസ്സങ്ങൾ നീക്കാൻ വേണ്ടി കാത്തിരുന്ന ശ്രീമതി ഗംഗ ആറക്ക, ശ്രീമതി രമ അക്ക, എല്ലാവർക്കും SPYS NYC സമിതിയുടെ പേരിലും പ്രേക്ഷകരുടെ പേരിലും വ്യക്തിപരമായും ആദരപൂർവ്വം നന്ദി അറിയിക്കും. ഹരിയോം. ഭഗവത്ഗീത പഠനത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ശ്രീമതി സിന്ധു പ്രമോദ് അക്കയ്ക്കും
അക്കയെ പിന്തുണച്ച് സഹായങ്ങൾ ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യേക SPSS NYC പേരിൽ നന്ദി അറിയിക്കുന്നു. ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് സമൂഹ മാധ്യമത്തിലൂടെ ജനങ്ങളിൽ എത്തിച്ച് SPYSS NYC പേരിനും പ്രശസ്തിക്കും മാറ്റുകൂട്ടുന്ന ശ്രീമതി സുനൈന അക്കയ്ക്ക് SPYS NYC പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സമിതിയുടെ എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന ശ്രീ ഗോപണ്ണനും ശ്രീമതി ജിൽജ അക്കയ്ക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എനിക്ക് അവതരണത്തിന് അവസരം തന്ന SPYSS NYC മലയാളം യോഗ സമിതിക്ക് എന്റെ കൃതജ്ഞത അറിയിക്കുന്നു. എല്ലാവർക്കും നിവർന്നിരിക്കാം. കൈകൾ നമസ്കാര സ്ഥിതിയിൽ കൊണ്ടുവരാം. കണ്ണുകൾ മൃദുവായിട്ടടയ്ക്കാം. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഹരി ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.